ഏതായാലും കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ സഖാവിന്റെ ഒരു പോസ്റ്റ് കണ്ടു. അതിൽ ഒരു സ്റ്റേറ്റ്മെന്റും രാഹുൽ ഗാന്ധി നടത്തിയത് അധിക പ്രസംഗമാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊരു ഉശിരാണല്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന്. രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാനും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കാനും രാഹുൽ ഗാന്ധി എന്തും പറയാനും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. അദ്ദേഹം ആരോഗ്യവാനും സന്നദ്ധനും അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറേ അല്ല. എന്നാൽ മറുവശത്ത് വെള്ളാപ്പള്ളി കേരളത്തിന്റെ സാമുദായിക സൗഹൃദം, ആ ഒരു സൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ ഒരുപാട് വർത്തമാനം പറഞ്ഞപ്പോൾ ഈ പറയുന്ന ഉശിരും ബഹളവും ഒന്നും കണ്ടില്ലെന്ന് മാത്രമല്ല, അയ്യപ്പ സംഗമത്തിൽ ഈ മതവിശ്വാസികളെ മതസ്പർദ്ധയ്ക്കും വിദ്വേഷത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിക്കുന്നതിനും അദ്ദേഹത്തിന് ഒരു മടിയുണ്ടായില്ല. അത്രമേൽ ഇഷ്ടവും സ്നേഹവും അവിടെ പ്രകടിപ്പിച്ചെങ്കിലും രാഹുൽ ഗാന്ധിയോട് അദ്ദേഹത്തിന് തീർത്താൽ തീരാത്ത വലിയ ദേഷ്യവും ശൗര്യമാണുള്ളത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് പോകുമ്പോൾ എന്ത് സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞാലും രാഹുൽ ഗാന്ധിക്കെതിരെ ഉടൻ തന്നെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയും അതിനൊരു മറുപടി പറയുകയും ചെയ്യാറുണ്ട്. എന്ന് മാത്രമല്ല കേട്ടോ, രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ വാഴ കൊണ്ട് ചെന്ന് സ്ഥാപിക്കാനും അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറാനും ഒക്കെ വല്ലാത്ത ഉശിരും ആവേശമായിരുന്നു ഈ പറയുന്ന ഇടതുപക്ഷ യുവജന നേതാക്കൾക്കൊക്കെ. എന്നാൽ അതുപോലെ ഒരു തള്ളിക്കയറ്റമോ അല്ലെങ്കിൽ ഒരു ബഹളമോ ഒരു വഴിതടയലോ നമ്മുടെ സുരേഷ് ഗോപി മന്ത്രിയെക്കുറിച്ചോ മന്ത്രിക്കെതിരെയോ ഒന്നും നടത്തി കാണാറില്ല. സത്യം പറഞ്ഞാൽ എന്തൊരു സ്നേഹവും ഇഷ്ടമാണ് അല്ലേ. ഇത് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് 60 സീറ്റേ കോൺഗ്രസിന് കിട്ടൂ എന്നാണ്. എന്നുവെച്ചാൽ കോൺഗ്രസ് പരാജയപ്പെടണമെന്ന് ഇരുവർക്കും ഒരുപോലെ ആഗ്രഹമുണ്ട് എന്നതാണ് ഒരു സത്യം. എന്നാൽ മറുവശത്തോ അലനെയും താഹയെയും UAPA ചുമത്തി കേന്ദ്രത്തിന് കൈമാറാൻ കാട്ടിയ ആവേശമുണ്ടല്ലോ. മാർട്ടിൻ എന്ന് പറയുന്ന 6-7 പേരെ ബോംബിട്ട് കൊന്ന ആളിന്റെ വിഷയത്തിൽ UAPA ചുമത്താൻ ഒരു താല്പര്യവും കാണിച്ചില്ല. എന്തിനേറെ, കോഴിക്കോട് പൈപ്പിലൂടെ ഗർഭനിരോധന ഗുളിക കൊടുത്ത് മുസ്ലിങ്ങളുടെ കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്നത് തടയണമെന്ന് പറഞ്ഞ ഇന്ദിര ചേച്ചിക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല എന്നതാണ് സത്യം. ഏതായാലും രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാവായ പിണറായി വിജയൻ സഖാവ് കരുത്ത് തെളിയിക്കട്ടെ എന്നാണ് എന്റെ അഭിപ്രായം.